ആദ്യത്തെ വരികൾ ചിട്ടപ്പെടുത്തിയിട്ട് ഇത് ഒരു റാപ്പ് ചെയ്തിട്ട് ആർക്കെ ആദ്യം കേൾപ്പിച്ചേ? സിറാജ് എന്ന് പറഞ്ഞൊരു ഞാൻ ആദ്യം ഒരു 4 വരെ പഠിച്ച സ്കൂളിലത്തെ ഹെഡ് മാഷ. ആളുടെ മകൻ ഒരു മ്യൂസീഷ്യനാണ് അവൻ. അപ്പോൾ അവൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു, നമ്മൾ ചെറിയ ജാമിങ്. എനിക്ക് തോന്നുന്നു അവന് മീറ്റ് ചെയ്യണേക്കുമ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഗസ്. പക്ഷെ കേൾപ്പിക്കുന്ന ഓൾഡി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് വയനാടുള്ള, അവൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ അടുത്ത് ഞാനിങ്ങനെ മെസ്സേജ് ഒക്കെ, അപ്പോൾ അവനാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞത് യൂട്യൂബിൽ ഫ്രീ ബീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ മേലെ ചെയ്യണം പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതൊക്കെ ചെയ്ത് നോക്കി. അപ്പം അവനാണ് എനിക്ക് അപ്പം ഇങ്ങനെ ഒരു പരിപാടി അവനെ കേൾപ്പിച്ചു. പിന്നെ അങ്ങനെ മൂടി വെച്ചു. പിന്നെ കൊച്ചിയിൽ വന്നിട്ട് അത് ഓർമ്മയുണ്ടോ? അത് ഉറപ്പായിട്ട്, അതായത് സമയമില്ല, ജീവിക്കാൻ സമയമില്ല, ആശിക്കാൻ സമയമില്ല, മോഹിക്കാൻ അത്രയില്ല. പിന്നെ കുറച്ചിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൽ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ കാണുമ്പോൾ രസമുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനിച്ച അന്ന് മുതൽ കാണുന്നതാണ് മാൻ, ബുദ്ധി വെച്ച മുതൽ കേൾക്കുന്നതാണ് ഞാൻ. അന്ന് എനിക്ക് 21 വയസ്സ്, കണ്ടു തുരുമ്പെടുത്തെൻ്റെ കുഞ്ഞു മനസ്സ്, അവസാനമില്ല ഈ അടി. കാരണം അതങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളും ആകെ സങ്കടങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ പോണൊരു സാധനമാണ്.